ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും ദൈവദാസനെ വേൽപ്പിക്കുന്ന ദൂതുമായി നമ്മുടെ മധ്യത്തിലായിരിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഹല്ലേലൂയ. കർത്തൃദാസനെ ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ബഹുമാനത്തോടെ ഈ പ്രയർ ലൈനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുന്നു, മഹത്വം പുകഴ്ചയും അർപ്പിക്കുന്നു. സ്തോത്രം. ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ ആന്റി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ചാരത്തും വിദൂരയുമായി വിവിധ സ്റ്റേറ്റുകളിൽ ഇരുന്നു കൊണ്ട് വചനം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്തൃനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമുക്കൊന്നിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളോട് വലിയവ ചെയ്യട്ടെ. ദൈവത്തിന്റെ സ്വാന്തന വാക്കുകൾ, ദൈവത്തിന്റെ ആശ്വാസ വചനങ്ങൾ, ദൈവത്തിന്റെ ആലോചനകൾ നമ്മളെ അറിയിക്കുവാനും അത് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ശക്തരായി തീരുവാനായിട്ടും നമുക്ക് അവസരമുണ്ടാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. കർത്താവിന് മഹത്വം. യേശുവിന്റെ നാമത്തിൽ യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. വളരെ പ്രത്യാശയുള്ള, വളരെ സന്തോഷമുള്ളൊരു പാട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം. നമ്മൾ ആരാണെന്ന് നമുക്കറിയാം. സ്തോത്രം. നമുക്ക് പൊതുവെ നമുക്ക് അഹങ്കരിക്കുവാനായിട്ടൊന്നുമില്ല. ദൈവം നമുക്ക് തന്നതേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. Glory to God. Hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. Glory to God. Thank you, Jesus. Hallelujah. Thank you, Jesus. Hallelujah. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആകയാൽ പാരിടം ആകയിലകിലും നാം ഇനി ഭയപ്പെടുകയില്ല. ആകയാൽ പാരിടം ആകയിലകിലും നാം ഇനി ഭയപ്പെടുകയില്ല. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. അവനീ തലത്തിൽ അപമാനം നമുക്കവകാശമെന്നോർത്തിടണം. അവനീ തലത്തിൽ അപമാനം നമുക്കവകാശമെന്നോർത്തിടണം.
അവനായി കഷ്ടത ഏൽക്കുകിൽ തേജസ്സിൽ ആനന്ദ യുഗം വാണിടും നാം. അവനായി കഷ്ടത ഏൽക്കുകിൽ തേജസ്സിൽ ആനന്ദ യുഗം വാണിടും നാം. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. നീരയായി ആണിനീരം നീടുവിൻ കുരിശിൻ പടയാളികളെ. നീരയായാണിനീരം നീടുവിൻ കുരിശിൻ പടയാളികളെ. ജയ 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 കാഹളമൂരിടുവിൻ ജയവീരനമേശുവിന്. ജയ 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 കാഹളമൂരിടുവിൻ ജയവീരനമേശുവിന്. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. എത്ര മനോഹരമായ ഗാനം, എത്ര സന്തോഷകരമായ വചനം. ഹല്ലേലൂയ. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. പരദേശികൾ നാം, ഭാഗ്യശാലികൾ. ഇതുപോലൊരു ജാതിയുണ്ടോ? നമുക്കൊന്നിച്ച് ആ സ്റ്റാൻസ ഒന്ന് പാടാം. ഹല്ലേലൂയ. ദൈവമേ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച് ഒരു വിശുദ്ധ ജാതിയാക്കി തീർത്തതുകൊണ്ട് കർത്താവിന് നന്ദി. ഹല്ലേലൂയ. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. ഒന്നുകൂടെ പാടാം. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. പരദേശികൾ നാം, ഭാഗ്യശാലികൾ. ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം, ഭാഗ്യശാലികൾ. ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. അവനവകാശമാം ജനം നാം. ഹല്ലേലൂയ. Hallelujah. Glory to God. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. കർത്താവിന്റെ മഹത്വം. Thank you, Jesus. Praise Jesus. Hallelujah. Thank you, Jesus. കർത്താവ്. Praise God. Hallelujah. ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ എല്ലാവരെയും കർത്താവായ യേശുവിന്റെ മഹത്വമുള്ള നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമുക്ക് ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ. സ്തോത്രം. Thank you, Jesus. Amen. Hallelujah. Yes. സാധാരണ ചെയ്യുന്നത് പോലെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ഗാനം ഇതാണ് ഇന്ന് പാടുവാനായിട്ട്. വെറുതെ പാടുവാനല്ല, കർത്താവിന് എൻ്റെ സന്നിധിയിൽ നന്ദി പറയുവാൻ, കർത്താവിന് സ്തോത്രം പറയുവാൻ, കർത്താവിനെ ആരാധിപ്പാൻ.
കർത്താവ് തന്ന ഗാനം ഇതാണ്. സ്തോത്രം. നമ്മൾ അല്പസമയം ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. കർത്താവ് നമ്മളോട് സംസാരിക്കട്ടെ. ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ വചനം നമുക്ക് അനുഗ്രഹവും ആശ്വാസവും പ്രചോദനവുമായിരിക്കും. 2 കൊരിന്ത്യർ 7-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 2 Corinthians chapter 7 verse 1. Thank you, Jesus. Hallelujah. പ്രിയമുള്ളവരെ, Yes. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. Amen. Hallelujah. Hallelujah. ഞാനത് ഇംഗ്ലീഷിലൂടെ ഒന്ന് വായിക്കാം. അപ്പം നമുക്ക് അല്പം കൂടെ നമുക്ക് മനസ്സിലാകും. Since we have these promises, dear friends, let us purify ourselves from everything that contaminates body and spirit, perfecting holiness out of reverence for God. കർത്താവിനോടുള്ള ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവിൻ. ഭയം എന്നുള്ളത് നമ്മൾ മലയാള ഭാഷയിലുള്ള ആ ഭയം എന്നുള്ളതിനേക്കാളും അപ്പുറം കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ അതിരേകം, കവിഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്നതുപോലെ കർത്താവിനോടുള്ള പറ്റുമാനം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത്. അല്ലെ, നമ്മൾ കർത്താവിനെ സ്നേഹിക്കാൻ പോകില്ല. കർത്താവിനെ പോലെ നമ്മളെ സ്നേഹിച്ച ഒരുവൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു സ്നേഹം നമുക്ക് ഭൂമിയിൽ കിട്ടത്തില്ല, യേശുവിൽ കൂടെ അല്ലാതെ. യേശുവിൽ കൂടെ നമുക്ക് ലഭിച്ച സ്നേഹം അത്ര വലുതും അത്ര ശ്രേഷ്ഠവും അത് നമ്മൾ ഇന്നും അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ യേശു കർത്താവിൽ കൂടെയുള്ള സ്നേഹത്തിന്റെ ആ സ്വാദ് നമ്മൾ അനുഭവിക്കുന്നില്ലെങ്കിൽ നമുക്ക് ക്രിസ്ത്യ ജീവിതം ഒരു ബോറിംഗ് ആയിരിക്കും. നമുക്ക് ഒരു മുഷിപ്പായിട്ട് തോന്നും. അത് അവരവരാണ് അത് അനുഭവിക്കുന്നത്. അത് കാൽവറി യാഗത്തിൽ കൂടെ ഈ 2000 വർഷമായി ഇത് നമുക്ക് സകലർക്കും വേണ്ടി ഇത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കർട്ടൻ വീണിട്ടില്ല, അതായത് സ്റ്റോപ്പ് എന്നുള്ള കർട്ടൻ വീണിട്ടില്ല ഇതുവരെ. അതിന് വേറൊരു ഭാഷയിൽ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: ഇത് കൃപായുഗമാണ്, കരുണയുടെ കാലമാണ്. കർത്താവ് നമ്മളെ കർത്താവ് ശിക്ഷിക്കുന്ന ഒരു കാലമല്ലിത്. നമ്മള് പഴയ നിയമകാലത്തിലാണെങ്കിൽ ചെറിയ ഒരു തെറ്റുകൾ ചെയ്താൽ പോലും അവർക്ക് അപ്പോൾ അതിന് ശിക്ഷകൾ ഉണ്ടായിരുന്നു. രാജ്യത്തിനോ രാജാക്കന്മാർക്കോ ഒക്കെ, ദാവീദിനൊക്കെ ശിക്ഷ കർത്താവ് അയച്ചതൊക്കെ നമുക്കറിയാം. അപ്പം വ്യക്തികൾക്ക് അയച്ചത്, രാജ്യത്തിന് അയച്ചത്, ഇസ്രായേൽ ജനം പ്രവാസത്തിൽ പോയത് നേരത്തെ അവരെ ഓർപ്പിച്ചിരുന്നു, ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ കൃപായുഗമായതുകൊണ്ട് കർത്താവിന്റെ കൃപ നമുക്ക് വേണ്ടി ധാരാളമായിട്ട് അങ്ങ് ഒഴുക്കുകയാണ്. ഇത് ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: നമുക്ക് അധികം പരിചയമാണത്തില്ല, അല്പം പ്രായത്തിലേക്കൊക്കെ വരുന്നവർക്ക് എങ്കിലും അല്പമൊക്കെ മനസ്സിലാകും. വൈഫൈ എന്നൊക്കെ ആദ്യം നമ്മൾ പറയുന്നുണ്ടേ നമുക്ക് അത്ര മനസ്സിലാകത്തില്ലായിരുന്നു, നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇന്ന് കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഒന്നുമല്ലെങ്കിലും നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിന്റെ ടെക്നിക്കാലിറ്റി, വൈഫൈ എന്ന് പറയുന്നതിന്റെ ടെക്നിക്കാലിറ്റീസ് അത് എങ്ങനെയാണെന്നുള്ള ഇന്റലക്ച്വലി ബുദ്ധിപരമായിട്ട് നമുക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ അത്രയൊന്നും അറിയത്തില്ലെങ്കിലും നമുക്കൊരു കാര്യം അറിയാം: വൈഫൈ വർക്ക് ചെയ്യുന്നതിന്റെ പ്രയോജനം നമുക്കുണ്ട്. ഇപ്പോൾ ഞാനിത് ഈ കാര്യങ്ങളൊക്കെ, ഈ പാട്ട് പാടിയതും ഇതിനകത്ത് റിതം ചെയ്തതും ഇപ്പോൾ ഇത് ലൈവ് ലോകത്തിൽ മുഴുവൻ പൊക്കൊണ്ടിരിക്കുന്നതും, അപ്പോൾ തന്നെ ഇത് ബോസ്റ്റൺ പ്രയർ ലൈനിലുള്ള ദൈവജനത്തിന്റെ
ഇത് വചനത്തിനായി പ്രാർത്ഥനയ്ക്കായി വന്നിരിക്കുന്നവരുടെ മുറികളിലേക്ക് ഇതും ചെന്ന് വരുന്നത് വൈഫൈ കണക്ഷനിൽ കൂടെയാണ്. പണ്ട് 10-25 വർഷത്തിനു മുമ്പ് കോഡ്ലെസ് മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ, അല്ലെ കോഡ്ലെസ് ഫോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. നമുക്കവിടെ മനസ്സിലാക്കാൻ വലിയ പ്രയാസമായിരുന്നു. പക്ഷെ പിന്നത്തേത് നമ്മളങ്ങ് യൂസ് ടു ആയി. പിന്നാലെയാണ് വൈഫൈ എന്ന് പറഞ്ഞൊരു കാര്യം കടന്നു വരുന്നത്. നമ്മൾ ഫോണും കൊണ്ട് പുറത്തു പോയാലും എവിടെ പോയാലും മാർക്കറ്റിൽ പോയാലും അത് ടവറിൽ നിന്നുള്ളൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ തന്നെ വീട്ടിലിരുന്നാലും നമുക്ക് വൈഫൈയുടെ കണക്ഷനും ഉണ്ട്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മുടെ വീടിനകത്ത് വൈഫൈയുടെ കണക്ഷൻ ഒരു റൗട്ടർ അവരുടെ തിരുപ്പുണ്ട് ഒരു മൂലയ്ക്ക്. അവിടെ നിന്നും വീടിനകത്ത് മുഴുവനും ഇതിന്റെ സിഗ്നലുകൾ പൊക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. നമുക്കാർക്കും ദോഷമില്ല. പക്ഷെ ഈ എക്യുപ്മെന്റ് ഇത് പിക്കപ്പ് ചെയ്തിട്ട് നമുക്കത് തിരിച്ച് തരുകയാണ് പ്രയോജനത്തിനായി. എന്ന് പറഞ്ഞതുപോലെ കർത്താവിന്റെ കൃപ കാൽവറിയിൽ കൂടെ നമുക്ക് വേണ്ടി ഒഴുകിത്തന്നത് ഇന്നും അനുസ്യൂതം എപ്പോഴും ലോകം മുഴുവനും ഈ 2000 വർഷമായിട്ട് കർത്താവിന്റെ കൃപയുടെ ആ കരുണയുടെ സ്നേഹം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചിലരൊക്കെ അറിയുന്നു, ചിലർ അറിയുന്നില്ല. എന്നാൽ ഈ സുവിശേഷം സകലരും അറിയണം. ഈ കാൽവറി കുരിശിൽ കൂടെ യേശു കർത്താവ് മനുഷ്യനെ സ്നേഹിച്ച സ്നേഹം മനുഷ്യർ മുഴുവനും അറിയണമെന്നാണ് കർത്താവിന്റെ പ്രതീക്ഷ, താല്പര്യം. അതുകൊണ്ട് കർത്താവിനെ അറിഞ്ഞ ദൈവമക്കൾ എന്ത് ചെയ്യണം? ഇത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. അതാണ് ബോസ്റ്റൺ പ്രയർ ലൈനിൽ നമ്മളെ കൊണ്ട് പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങൾ. ഒരു കാര്യം, നമ്മൾ ഈ വചനം കേട്ട് 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 എന്നും കേട്ട് കേട്ടിരുന്നാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് പ്രയോജനമില്ലാതെ വരും. എന്നാൽ ദൈവസ്നേഹം നമ്മളിലേക്ക് ഒഴുകുമ്പോൾ നമുക്ക് വ്യത്യാസം സംഭവിക്കുകയാണ്. നമ്മുടെ സംസാരങ്ങൾക്ക്, നമ്മുടെ നോട്ടങ്ങൾക്ക്, നമ്മുടെ കേൾവികൾക്ക്, നമ്മുടെ പെരുമാറ്റങ്ങൾക്ക്, നമ്മുടെ വസ്ത്രധാരണത്തിന്, നമ്മുടെ ജീവിത സ്വഭാവങ്ങൾക്ക് എല്ലാത്തിനും വ്യത്യാസം സംഭവിക്കുകയാണ്. കാരണം ഒരാൾ നമ്മളെ, യേശു കർത്താവ് പിതാവായ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്ന് നമ്മളെ സ്നേഹിച്ചു. നമ്മുടെ തെറ്റുകളൊന്നും നോക്കുന്നില്ല. നമ്മൾ തെറ്റുകൾ ഇല്ലാഞ്ഞിട്ടില്ല, തെറ്റുകൾ ഉള്ളവരാണ്. നമ്മൾ പാപത്തിൽ ജനിച്ചു വീണവരാണ്. പാപ സ്വഭാവം നമ്മളിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്നും കർത്താവിന്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ കർത്താവിനെ മതി, എനിക്ക് കർത്താവിനെ വേണം, ഈ കർത്താവിനെ ഞാൻ സ്വീകരിച്ചാൽ എനിക്ക് പ്രയോജനമുണ്ട് എന്ന് ഉള്ള വിവരങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ എന്തു വില കൊടുത്തും ഈ കർത്താവിനെ സ്നേഹിക്കുന്നതും ഈ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാനായി നമ്മൾ വ്യഗ്രതയോടെ നമ്മൾ ഓടി നടക്കുന്നത്. സ്തോത്രം. കഴിഞ്ഞൊരു ദിവസം എന്റെ ഡോറിന്റെ ഫ്രണ്ടിൽ ഒരു സെയിൽസുകാരൻ വന്നു. ഒരു ചെറുപ്പക്കാരന്. സാധാരണ ഈ സെയിൽസുകാരനൊക്കെ വന്നാലൊന്നും ഞാൻ അങ്ങനെ അങ്ങ് തുറക്കാറില്ല. കാരണം നമുക്ക് അത്രയും സമയം കിട്ടാറില്ല. അവരുടെ കൊമേഴ്ഷ്യൽ ഓരോ കാര്യങ്ങളല്ലേ. എങ്കിലും ഒരു ദിവസം ഞാൻ തുറന്നു ഈ കഴിഞ്ഞൊരു ദിവസം. കഴിഞ്ഞ സാറ്റർഡേയിൽ തുറന്നു. ഒരു ചെറുപ്പക്കാരന് അദ്ദേഹത്തിന്റെ പെസ്റ്റ് കൺട്രോളിന്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് 5-6 മിനിറ്റ് കൊണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു തൽക്കാലം ഇപ്പൊ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് വളരെ മനോഹരമായ ഒരു 24 വയസ്സുള്ള ഇവിടുത്തുകാരനാണ്. അപ്പോൾ ഞാൻ ഉടനെ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്ത വന്നു, ഇദ്ദേഹം കർത്താവിന് വേണ്ടി ജീവിച്ചിരുന്നെങ്കിൽ കർത്താവിനെ കുറിച്ച് പറയാൻ കഴിയുമായിരുന്നുവല്ലോ എന്ന് ഹൃദയത്തിലൊരു ചിന്ത വന്നു. അപ്പൊ അദ്ദേഹം പോകാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, സഹോദരൻ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നീ ചർച്ചിൽ പോകുന്നുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മോർമൺ എന്ന് പറയുന്ന സഭയിലേക്ക് പോകുന്ന ആളാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് യേശുവിനെ അറിഞ്ഞുകൂടല്ലോ, അത് ഭയങ്കര സങ്കടമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ യേശുവിനെ കുറിച്ച് അല്പം 3-4 സെന്റൻസ് പറഞ്ഞു. അദ്ദേഹം പോകാനായിട്ട് നിന്നു. അദ്ദേഹം വെയിലത്ത് നിൽക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരിഞ്ഞു നിന്ന് അദ്ദേഹം ഒരക്ഷരം മറുപടി പറയാതെ മുഴുവനും കേട്ടു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഈ യേശുവുമായിട്ട് താങ്കൾക്ക് ബന്ധമുണ്ടോ? ഈ യേശുവിനെ സ്വീകരിക്കാൻ താല്പര്യമുണ്ടോ? ഈ യേശു നമ്മുടെ ഉള്ളിൽ വന്നാലുള്ള പ്രയോജനങ്ങൾ എന്താണ്? ചില കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ അല്പം അകൽ നിന്ന് സംസാരിക്കുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട്.
ഞാൻ പറഞ്ഞു, അപ്പത്തേക്ക് തന്റെ മുഖം മ്ലാനമായി, തന്റെ തലയൽപ്പം കുനിഞ്ഞു, തന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരാൻ തുടങ്ങി. 24 വയസ്സ് എന്ന ഇവിടെയുള്ള ഒരു ചെറുപ്പക്കാരൻ, ഇവിടെ ജനിച്ചു വളർന്ന ഒരു വെള്ളക്കാരൻ ചെറുപ്പക്കാരൻ. ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് അടുത്തു വാ, ഇവിടെ അടുത്ത് നിൽക്കുക, ഈ വെയിലത്ത് നിൽക്കണ്ട എന്ന് പറഞ്ഞു. അടുത്തു വന്ന് നിന്ന് ബാക്കി കാര്യങ്ങളോടെ പറഞ്ഞു. നിങ്ങൾക്ക് യേശുവിനെ വേണോ? യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു, ചുരുക്കമായി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് യേശുവിനെ വേണം. യേശുവിന്റെ രക്ഷമായി സ്വീകരിക്കുന്നത് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അതെ, എനിക്ക് വേണമെന്ന് പറഞ്ഞു. ചുരുക്കി പറയട്ടെ, ചുരുങ്ങിയ സമയം കൊണ്ട് 10, 12, 13 മിനിറ്റ് എടുത്തില്ല. യേശു കർത്താവിനെ ഞങ്ങളുടെ ഫ്രണ്ട് ഡോറിന്റെ ആ പാറ്റിയോയിൽ വെച്ച് യേശു കർത്താവിനെ ആ സഹോദരൻ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അതിനുശേഷം താൻ പോകാൻ നേരത്ത് തന്റെ ഫോണും എന്റെ പക്കൽ തന്നു, ഫോണിന്റെ നമ്പരും തന്നു. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഞങ്ങളുടെ മൂത്ത മോന്റെ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു, അതെടുത്ത് തനിക്ക് കൊടുത്ത്, യോഹന്നാന്റെ സുവിശേഷം സഹോദര നിങ്ങൾ വായിക്കണം, ദൈവസ്നേഹത്തിന്റെ മർമ്മങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ കഴിയും എന്ന് പറഞ്ഞ് വിട്ടു. ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ അകത്തു നിന്നും ഇത് റിഫ്ലക്റ്റ് ചെയ്യും. യേശു കർത്താവ് നമ്മളെ രൂപാന്തരപ്പെടുത്തി. യേശു കർത്താവിന്റെ സ്നേഹം നമ്മളെ വ്യത്യാസപ്പെടുത്തുന്നു, നമ്മളത് അനുഭവിക്കുന്നു, നമ്മളത് ആസ്വദിക്കുന്നു. ആ സാന്നിധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് നമ്മളെ അത് സ്വാധീനിക്കുന്നു. അത് നമ്മൾ മാത്രം അനുഭവിക്കാൻ വെച്ചുകൊണ്ടിരിക്കുകയല്ല, മറ്റുള്ളവർ കൂടെ കൊടുക്കുവാൻ നമ്മൾ വ്യഗ്രതയുള്ളവരായി മാറുകയാണ്. അത് സ്നേഹം കൊണ്ടാണ്. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചു വന്നത്, ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവിൻ. ഇംഗ്ലീഷിൽ വായിക്കുന്നത് റെവറൻസ് ഫോർ ഗാഡ്, അങ്ങനെയാണ് കാണുന്നത്. പെർഫെക്റ്റിംഗ് ഹോളിനെസ് ഔട്ട് ഓഫ് റെവറൻസ് ഫോർ ഗാഡ് എന്ന് പറഞ്ഞ കർത്താവിന്റെ ഔന്നത്യം, ആ ശ്രേഷ്ഠത, ആ മഹനീയത, ആ ദൈവീകത, മറ്റാർക്കും ചെയ്യാനൊക്കാത്ത ആ കർത്താവിന്റെ ശ്രേഷ്ഠമായ, ഔന്നത്യമായ, അവിശുദ്ധമായ, പാവനമായ ആ സ്നേഹമോർക്കുമ്പോൾ എനിക്ക് എന്റെ കർത്താവിനെ മറക്കാൻ ഒക്കുമോ? ഇൻ ദ ഫസ്റ്റ് പ്ലേസ് വി ആർ എൻജോയിങ് ഗാഡ്സ് ലവ്. അതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒന്നാമത്തെ താക്കോൽ എന്ന് പറയുന്നത്. നമ്മൾ യേശു കർത്താവ് നമ്മളിൽ വന്നതിന്റെ ഫോർമോസ്റ്റ് ആൻഡ് നമ്പർ 1 എവിഡൻസ് നമുക്ക് പറയാം. നമ്മൾ വേദപുസ്തകം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ പറയുന്നു, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ചർച്ചിൽ പോകുന്നു, നമ്മൾ വെള്ളവസ്ത്രം ഉടുക്കുന്നു, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാം. പക്ഷേ നമ്പർ 1 ആൻഡ് ദ ഫോർമോസ്റ്റ് തിങ്, യേശു നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിന്റെ പ്രതിഫലനം നമ്മളിൽ എന്താണ്? നമുക്ക് ചേഞ്ചസ് ഉണ്ടോ? നമ്മുടെ മനോഭാവം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അതാണ് നമ്പർ 1 കാര്യം. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്നതും സ്നാനപ്പെടുന്നതും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതും തെറ്റാണെന്നല്ല പറഞ്ഞത്. ഇതെല്ലാം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്, നമ്മളെ വ്യത്യാസപ്പെടുത്തുന്നതാണ്, നമ്മളെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എന്നാണ് എഫെസ്യ ലേഖനത്തിൽ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ അക്ഷരികമായി ഇപ്പോൾ ഈ ശരീരത്തിൽ നമ്മൾ പാർക്കുന്നത് കൊണ്ട് ഇത് വീണ്ടെടുപ്പ് പ്രാപിക്കാത്ത ശരീരമാണ്. എന്നാൽ നമ്മുടെ അകത്തെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടതാണ്, അത് റെഡീംഡ് ആണ്. എന്നാൽ ഒരിക്കൽ നമ്മുടെ ശരീരം വീണ്ടെടുപ്പ് പ്രാപിക്കും, നാം തേജസ്സിന്റെ ശരീരം പ്രാപിക്കും. അപ്പോൾ നാം കർത്താവിനെ നമ്മൾ ഫേസ് ടു ഫേസ് കാണും. അത് താമസിക്കുന്നില്ല. ഈ ലോകത്തിലെ സംഭവങ്ങളെല്ലാം അവിടേക്ക് വിരൽ ചൂണ്ടുകയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു വരുന്നത്, ദൈവാത്മാവ് എനിക്ക് തന്ന നിയോഗം ഇതാണ്: നാം കർത്താവിന്റെ സ്നേഹം ആസ്വദിക്കുന്നുണ്ടോ? ആസ്വദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ നമുക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ്. പലർക്കും അതിനുള്ള ബുദ്ധിമുട്ട് എന്നാന്ന് ചോദിച്ചാൽ, ഭാഷയില്ല, അല്ല അവരെന്തോ ചിന്തിക്കും, അവർ നമ്മളെ അറ്റാക്ക് ചെയ്യുമോ, അവർ നമ്മളെ ഉപദ്രവിക്കുമോ, അവർ നമ്മളെ കുറ്റപ്പെടുത്തുമോ, അവർ വെറുക്കുമോ, അതെല്ലാം ഭയമാണ്. ഞാൻ 8-9-10 വർഷമായിട്ട് ഈ രാജ്യത്ത് താമസിക്കുമ്പോൾ തന്നെ റോഡിന്റെ സൈഡിൽ കൂടെ ഞങ്ങൾ സുവിശേഷത്തിന്റെ ടാഗ് ഫ്രണ്ടിൽ
നെഞ്ചത്തിട്ടിട്ട് സ്ട്രീറ്റിന്റെ സൈഡിൽ കൂടെ നടക്കും. ഇന്ന് വരെ ഒരൊറ്റ മനുഷ്യൻ ഞങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ടില്ല. റാദർ ദാൻ എല്ലാവർക്കും അത് സന്തോഷമാണ്. സ്കൂൾ ബസ് പോകുമ്പോൾ അതിന്റെ ഡ്രൈവേഴ്സ് ഞങ്ങൾ കൈ വേവ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. പോലീസ് ഓഫീസേഴ്സ് ബൈക്കേലോ ഇതെല്ലോ പോകും സൈഡിൽ കൂടെ, അവരെയും വേവ് ചെയ്യും, അവരും ഇങ്ങോട്ട് തിരിച്ചു വേവ് ചെയ്യും. യാത്രക്കാർ 45 മിനിറ്റ് നടന്നു കഴിയുമ്പോൾ വീക്കെൻഡിലാണെങ്കിൽ 750 കാറുകളാണ് ഞങ്ങളെ പാസ് ചെയ്യുന്നത്. 45 മിനിറ്റ് കൊണ്ട് 750 പേര് ഒരു കാറിൽ ഒരാളാണെങ്കിൽ അങ്ങനെ ആലോചിച്ച് നോക്കൂ. അത്രയും പേർക്ക് ഞങ്ങളുടെ ബോഡിയിൽ തൂക്കിയിട്ടിരിക്കുന്ന സുവിശേഷം അവരറിയുകയാണ്. ജീസസ് ക്യാൻ ഫോർഗീവ് യുവർ സിൻസ് എന്നുള്ളത്. അല്ലെങ്കിൽ വേറൊരു ദിവസം ജീസസ് ഈസ് കമ്മിങ് സൂൺ, ആർ യു റെഡി എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ വേറൊരു ദിവസം എഴുതിയിടുന്നത് ജീസസ് ക്യാൻ ഫോർഗീവ് യുവർ സിൻ, ആർ യു റെഡി എന്നുള്ളതായിരിക്കും. ജീസസ് ഈസ് ദ സേവിയർ എന്നുള്ളതായിരിക്കും വേറൊരു ദിവസം ഉള്ളത്. ഇങ്ങനെ പലത് എഴുതിയത് ഞങ്ങളുടെ പക്കലുണ്ട്. ഓരോ ദിവസവും മാറി മാറി ഇട്ടുകൊണ്ട് നടക്കും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, എത്രയോ ആയിരങ്ങൾ യേശുവിനെ അറിഞ്ഞു, യേശുവിനെ കുറിച്ച് കേട്ടു. നമ്മളിൽ നിന്നും ഇത് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ജിമ്മിൽ പോയപ്പോൾ അവിടെ ഒരു പലരുണ്ടല്ലോ, അവിടെ സംസാരിക്കാനൊന്നും അധികം സമയമില്ലല്ലോ. കാരണം എല്ലാവരും അവരവരുടെ എക്സസൈസ് പ്രോഗ്രാം ചെയ്യുകയാണ്. അപ്പോൾ ഒരു 10-75 വയസ്സ് പ്രായമുള്ള, ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, ഒരു വെറ്ററനായ ഒരു വെള്ളക്കാരൻ, അദ്ദേഹമായിട്ട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചെടുത്തു. തന്റെ വിശ്വാസ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങളും പറഞ്ഞു. അവസാനം അദ്ദേഹത്തിന്റെ ദേഹത്ത് കൈവച്ചു ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത് ഞാൻ പിന്നാലെ ആലോചിച്ചു, എങ്ങനെ ഇത് ഒക്കുമെന്നേ. ജിമ്മിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയുന്നതിന് മുമ്പ് ഞാൻ ആ സഹോദരന് വേണ്ടി 78-80 വയസ്സുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ ദേഹത്ത് കൈവച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും, ഇന്നലെയും എങ്ങനെയായിരുന്നു, അല്പസമയം ഒന്ന് കുശലം പറഞ്ഞിട്ടേ ഞങ്ങൾ പിരിയാറുള്ളൂ. എങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ അറിയത്തില്ല. ഇവിടെ ജനിച്ചു വരുന്നൊരു വെള്ളക്കാരനാണ്. പക്ഷേ ദൈവ സ്നേഹമാണ് ഇത് സാധ്യമാക്കുന്നതെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഞങ്ങൾ ജിമ്മിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ദേഹത്ത് ഇട്ടുകൊണ്ട് പോകുന്നത് സുവിശേഷത്തിന്റെ ടീഷർട്ടുകളാണ്. നമ്മൾ അവിടെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. കാരണം അവിടെ നമുക്ക് അധികം സംസാരിക്കാനൊക്കാത്തത് കൊണ്ട് നമ്മുടെ മുന്നിലും പുറകിലും അതിലേലും പോകുന്നവർക്കെല്ലാം ഇത് വായിച്ചു പോകും. വായിക്കാതിരിക്കാൻ ഒക്കത്തില്ല സുവിശേഷം. അപ്പൊ ഞാൻ പറഞ്ഞത് ചുരുക്കം, കർത്താവിനോടുള്ള റവറൻസിൽ, കർത്താവിനോടുള്ള ഭക്തിയിൽ, കർത്താവിനോടുള്ള സ്നേഹത്തിൽ നമുക്ക് രൂപാന്തരമുണ്ടാകുകയാണ്, നമുക്ക് വ്യത്യാസമുണ്ടാക്കുകയാണ്, നമുക്ക് ചേഞ്ചസ് ഉണ്ടാകുകയാണ്, നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുകയാണ്. ഇവിടെ നമ്മൾ വായിച്ചു വന്നത് എന്താണ്? പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവിൻ. ഞാൻ ആ ഒരു കാര്യം അവിടെ പറഞ്ഞുള്ളൂ. എന്നാൽ ആ വാക്യത്തിലെ പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് പെർഫെക്റ്റിംഗ് ദ ഹോളിനെസ്. നമ്മുടെ കർത്താവ് നമ്മളെ കൊണ്ട് പ്രതീക്ഷിക്കുന്ന വിശുദ്ധ ജീവിതം പെർഫെക്റ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം, ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളുടെ സബ്ജക്ട് മാറ്റേഴ്സ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും പറയുക, നമ്മൾ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും കൂടുതലും പ്രാർത്ഥിക്കുന്നത്. അത് തെറ്റില്ല, പ്രാർത്ഥിക്കണം. മക്കളുടെ കാര്യം, വീടിന്റെ കാര്യം, നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യം, നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ചർച്ചിലുള്ളവരെ, രാജ്യത്തിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം. എല്ലാം നല്ല കാര്യം. അപ്പോൾ തന്നെ വളരെ അണസ്റ്റായിട്ട് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, അത് നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കണം. നമ്മൾ പബ്ലിക്കിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്നില്ല. കാരണം മറ്റുള്ളവർ കേൾക്കേണ്ട കാര്യമില്ല. നമ്മൾ കഥകടച്ച് മുറിക്കകത്ത് കയറിയിരുന്ന് നമ്മുടെ ശാന്തമായ സന്ദർഭത്തിൽ കർത്താവിനോട് പ്രാർത്ഥിക്കണം. അത് എപ്പോഴാ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളത് കർത്താവ് നമ്മളോട് പറഞ്ഞു തരും. കർത്താവേ, ഈ വചനം അനുസരിച്ച് എന്റെ ജീവിതം കർത്താവിന്റെ വരവിനുവേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങേ വേദനിപ്പിക്കുന്ന സ്വഭാവങ്ങൾ, മനോഭാവങ്ങൾ, പ്രവൃത്തികൾ, രീതികൾ, പ്രവൃത്തികൾ എന്നിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ അല്പം കൂടെ നല്ലത് കർത്താവ് എന്നിൽ ഉണ്ട് എന്ന് നമ്മൾ തന്നെ അങ്ങ് മുൻകൂർ ജാമ്യം എടുക്കണം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഇങ്ങനെ പറയാൻ തോന്നും, പക്ഷെ അതിനേക്കാളും നല്ലത്
അതായത് വല്ലതും എന്നിലുണ്ടെങ്കിൽ കർത്താവെ മാറ്റണേ എന്ന് പറയുന്നതിനേക്കാൾ അല്പം കൂടെ നല്ലത്, കർത്താവെ എന്റെ സ്വഭാവം, എന്റെ മനോഭാവം, എന്റെ പ്രവൃത്തികൾ, എന്റെ രീതികൾ, എന്റെ സ്വഭാവത്തിനൊക്കെ പലയിടത്തും ചേഞ്ചസ് ഇനിയും വരുത്താനുണ്ട് കർത്താവെ. എന്നെ ഒന്ന് മനസ്സിലാക്കി എന്നെ ഒന്ന് വ്യത്യാസപ്പെടുത്തണം. അതെങ്ങനെയാണ്? എന്റെ ഇഷ്ടത്തിലല്ല, അങ്ങക്ക് എന്നെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്താണ് കർത്താവെ? ആ ലെവലിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുവരണേ കർത്താവെ. അതിനുള്ള ചിന്തകൾ, അതിനുള്ള ധാരണകൾ, അതിനുള്ള മനോഭാവങ്ങൾ, ഇഷ്ടങ്ങൾ, അതിനുള്ള തീരുമാനങ്ങൾ, അതിനുള്ള സ്വഭാവ വ്യത്യാസങ്ങൾ എനിക്ക് തരണേ കർത്താവേ. അതിനായി ഞാൻ എന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ എന്നൊന്ന് അതിനായി നമ്മളൊന്ന് വാഞ്ചിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയല്ല, ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തരുന്ന നിയോഗം. ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വെറുതെ സംഭവിക്കുകയല്ല, നമ്മളുടെ മനസ്സിൽ തോന്നും, നമ്മൾ ചിന്തിക്കും, ഹേ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഞാൻ എന്തിനാ അങ്ങനെ മറുപടി പറഞ്ഞത്, ഞാൻ എന്തിനാ അത് കേൾക്കാൻ പോയത്, ഞാനത് നോക്കിക്കൊണ്ടിരിക്കണ്ടായിരുന്നല്ലോ സോഷ്യൽ മീഡിയയില്, ഞാൻ അതിന് അത്രയും ചെവി കൊടുക്കണ്ടായിരുന്നല്ലോ, ഓ ഞാൻ പറഞ്ഞ വാക്ക് അത് അത്ര കൃപയില്ലാത്തതാ. മനസ്സിലായോ? നമ്മുടെ മനസ്സിൽ തോന്നും. അതെങ്ങനെ തോന്നുന്നു? നമ്മൾ ഈ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ അകത്ത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മൾക്ക് തരുന്ന ധാരണയാണ്. ആ ധാരണ കൊണ്ടാണ് നമ്മൾ ക്രമേണ, ആരും നമ്മളോട് പറയണ്ട, എനിക്ക് ആ വസ്ത്രം എനിക്ക് വേണ്ട, ഈ വസ്ത്രം മതി. ഞാൻ ആരാധനയ്ക്ക് പോകുമ്പോൾ മറ്റുള്ളവർ ആരാധിച്ചാലും ആരാധിച്ചില്ലെങ്കിലും എനിക്ക് ദൈവത്തെ സ്തുതിക്കണം, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും, ഞാൻ വചനം വായിക്കും, അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എനിക്കൊന്ന് മനസ്സിലാക്കണം. ഈ തീരുമാനങ്ങൾ, മനോഭാവങ്ങൾ നമ്മുടെ മനസ്സിൽ ഉരുത്തിരിയും. ഇതെവിടെ നിന്ന് വരുന്നതെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തെ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുമ്പോൾ നമ്മുടെ ചിന്തകൾക്കും മനോഭാവങ്ങൾക്കും വ്യത്യാസം വരുന്നതാ. അല്ലാതെ ഓഡിബിളായി നമ്മുടെ ചെവി വന്ന് പറഞ്ഞില്ലെന്നിരിക്കും. അങ്ങനെ കേൾക്കുന്നവരുണ്ട്, ഞാൻ കേട്ടിട്ടില്ല, എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ അതിനേക്കാളിൽ പവർഫുൾ നമ്മുടെ ധാരണകളെയും നമ്മുടെ മനോഭാവങ്ങളെയും നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും ഇച്ഛകളെയും വ്യത്യാസപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വായിച്ച വചനം, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട്, ഈ വാഗ്ദത്തങ്ങൾ നമ്മൾക്കുള്ളതുകൊണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ തൊട്ടുപുറകിൽ ചില വാഗ്ദത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, അനേക വാഗ്ദത്തങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതുണ്ട്. എനിവേ, നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പേ ഇവിടെ പറയട്ടെ, നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കണം. ആത്മാവിൽ ജഡത്തിലെയും, ജഡമെന്ന് പറയുമ്പോൾ നമ്മൾ അറിയണം, നമ്മുടെ ശരീരത്തിന് പുറത്തെ കാര്യമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആത്മമനുഷ്യൻ, അതായത് നമ്മുടെ ദേഹിയും ആത്മാവും മരിച്ചാലും ഇത് രണ്ടും ഒന്നിച്ചുണ്ടല്ലോ, അതറിയാമല്ലോ. നമ്മുടെ ശരീരത്തെക്കുറിച്ച് ഇവിടെ ജഡത്തിലെയും എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പുറമേ കാണുന്ന ഈ ശരീരമല്ല, അത് പാപം കയ്യാ. നമ്മുടെ അകത്തിരിക്കുന്ന ദേഹി പറയുന്ന അതനുസരിച്ചാണ് നമ്മുടെ കൈകാലുകൾ ചലിക്കും. നമ്മുടെ ഈ പുറത്തെ ശരീരം, നമ്മുടെ ശരീരത്തിന്റെ ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഈ ഭൂമിയിലേക്ക് ഇത് അഴുകി പോകുകയാ. പക്ഷെങ്കിൽ ഇതിനകത്ത് വസിക്കുന്ന ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ഇത് രണ്ടും ഒന്നിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകുകയാ. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഈ വിശുദ്ധി ജീവിക്കുന്നവർ ഇവിടെ കണ്ണടയ്ക്കുമ്പോൾ ഉടനെ അവർ സ്വർഗതലങ്ങളിലേക്ക് പോകുകയും അവരെ കൊണ്ടുപോകാൻ ദൂതന്മാര് വരുന്നത് അവർക്ക് കാണാം. അതാണ് രസം. നമ്മൾ വിശ്വാസത്തിലും ഈ വിശുദ്ധിയിലും ജീവിക്കുന്നുവെങ്കിൽ നമ്മളുടെ അന്ത്യശ്വാസത്തിങ്കിൽ നമ്മുടെ വട്ടം നിൽക്കുന്നവരോ ആരെങ്കിലും ഉണ്ട് പോലും ഇല്ല പോലും ആരുമില്ലെങ്കിലും നാം ഇവിടെ നിന്ന് അന്ത്യശ്വാസം വലിക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ദൂതന്മാർ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വരുന്നത് നമ്മൾ കാണും. അനേകരും അതിനുള്ള സാക്ഷ്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്തേഫാനോസ് കല്ലെറിഞ്ഞ് താൻ മരിക്കാറാകുമ്പോൾ താൻ സ്വർഗം തുറന്നിരിക്കുന്നതും യേശു കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നതും താൻ കണ്ടു എന്നാണ് പറയുന്നത്. അല്ലേ? അങ്ങനെ പറയുന്നല്ല, നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്. അല്ലേ? അങ്ങനെ അനേക മരണശൈലിയൊക്കെ പോകുന്ന അനേക ദൈവഭക്തന്മാർ അത് പറഞ്ഞ്
പല വിശുദ്ധ ഇതാണോ എനിക്ക് തോന്നുന്നു, എന്റെ ചിന്ത ശരിയാതെ ജോർജ് മുള്ളറാണ് എന്നെനിക്ക് തോന്നുന്നു. ഇതാണോ മരണോ? വളരെ മനോഹരമായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങോട്ടങ്ങ് കയറി ചെല്ലുകയാണ്. കർത്താവ് തന്നെ, ദൂതന്മാർ തന്നെ കൊണ്ടുപോകും. അത്ര മനോഹരമായിരിക്കും. പക്ഷെങ്കിൽ അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജഡത്തെ എന്ന് പറഞ്ഞാൽ ശരീരം, ഔട്ട്സൈഡ് ശരീരമല്ല, നമ്മുടെ അകത്ത് തീരുമാനങ്ങൾ എടുക്കുന്ന ഇച്ഛകൾ, ആഗ്രഹങ്ങൾ, മനോഭാവങ്ങൾ, താല്പര്യങ്ങൾ, ഇതെടുക്കുന്നതാണ് ജഡം. അതായത് സോൾ എന്ന് പറയുന്ന ഏറിയ, ആത്മാവെന്ന് പറയുന്നത് കർത്താവ് നമ്മളിൽ വെച്ചിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് പോവുകയായിരിക്കും. എന്നാൽ അന്തിമ കാഹളത്തിങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ ഈ ദേഹിയും ആത്മാവും കൂടെ താഴേക്ക് വന്ന് ഇവിടെ നിന്നും ഈ ശരീരം, മനുഷ്യൻ ദ്രവിച്ചുപോയ ശരീരം, അത് കർത്താവിന്റെ ശബ്ദത്താൽ, കാഹള ശബ്ദത്താൽ രൂപാന്തരം പ്രാപിച്ച് ഈ ഭൂമി നിന്നും ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ സ്വീകരിക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അത് തേജസ്സിന്റേതാണ്. ഹല്ലേലൂയ. എനിവേ, ഞാൻ മടങ്ങി വരട്ടെ. നമ്മൾ പറഞ്ഞത് നമ്മുടെ ജഡത്തിലെ എന്ന് പറയുമ്പോൾ നമ്മുടെ ദേഹിയിലെ കൺമഷങ്ങൾ, ആത്മാവിലെയും സകല കൺമഷങ്ങളും നീക്കി, അതിനെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ലെറ്റ് us purify ourselves from everything that contaminates body and spirit. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ബോഡി എന്നാണ്. എന്നാൽ ഈ അകത്തെ ഈ ജഡമനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ ദേഹിയാണ് നമ്മുടെ ശരീരത്തെ മലിനമാക്കുന്നത്. നമ്മുടെ ഔട്ട്സൈഡിൽ കാണുന്ന ഈ ശരീരത്തെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതും ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതും, പ്രയർ ലൈനിൽ വരുന്നതും, ഫോണ് പിടിക്കുന്നതും, വേദോസ് കൊടുത്ത് വായിക്കുന്നതും, പ്രാർത്ഥിക്കുന്നതും, പ്രാർത്ഥിക്കേണ്ട എന്ന് പറയുന്നതും, പേര് വെളിപ്പെടുത്താതെ ഇരുന്ന് കേൾക്കുന്നതും, പേര് വെളിപ്പെടുത്തിയിരുന്ന് കേൾക്കുന്നതും എല്ലാം ഈ അകത്തെ ഈ ദേഹിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. എന്നാൽ ആ ദേഹിയെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ അനുവദിച്ചു കൊടുത്താൽ ഫ്ലെക്സിബിൾ ആയിരിക്കും നമ്മൾ. എന്നാൽ പരിശുദ്ധാത്മാവ്, നമ്മുടെ ആത്മാവിന് നമ്മളെ ദേഹിയെ നിയന്ത്രിക്കാൻ അനുവദിച്ച് കൊടുക്കാതിരുന്നാൽ അവർ ഒരു മത്സരബുദ്ധികളായിരിക്കും. അതുകൊണ്ടല്ലേ നമ്മൾ ചില ചർച്ചിലൊക്കെ ചെല്ലുമ്പോഴോ അല്ലാത്തടത്തൊക്കെ ചെല്ലുമ്പോൾ ചിലരെ ഒന്നും കൈയടിക്കത്തില്ല, കണ്ണടയ്ക്കത്തുമില്ല, സഹകരിക്കത്തുമില്ല, ഇങ്ങനെയൊക്കെ ഒരു മറുതലിപ്പ് ജീവിക്കുന്നവരല്ലേ. അവരുടെ ദേഹിയാണ് അവരെ ഭരിക്കുന്നത്, ആത്മാവല്ല. മനസ്സിലായോ? എനിവേ, അതിന് തെളിവായി നിങ്ങൾക്ക് എപ്പോഴേലും നിങ്ങൾ വായിച്ചു പഠിക്കണമെന്നുണ്ടെങ്കിൽ, ആത്മീയമായിട്ട് നിങ്ങൾക്ക് വളരണമെന്നുണ്ടെങ്കിൽ, ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അത് വായിക്കേണ്ട, അതല്ല നമ്മുടെ ഇന്നത്തെ വിഷയം. അതായത് ധനവാനും ലാസറും മരിച്ചു അല്ലേ, ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് ഞാൻ അത് അവിടെ പറഞ്ഞിരിക്കുന്നത് ലൂക്കോസിന് സുവിശേഷം 16-ാം അധ്യായം വായിക്കേണ്ട, 19 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ മരിച്ചു, ധനവാനും മരിച്ചു, ലാസറും മരിച്ചു. എന്നാൽ അവിടെ സംഭവിക്കുന്നത് ഇവർ രണ്ടുപേരും അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട്. മരിച്ചതിന് ശേഷം പരസ്പരം അവർക്ക് വേദന എടുക്കുന്നുണ്ട്. ആർക്ക്? ഈ ധനവാന്. തന്റെ സ്വന്തം സഹോദരങ്ങളെ കുറിച്ച് ഇരുന്ന് ചിന്തിക്കുക. മരിച്ചു കഴിഞ്ഞു, ഫ്യൂണറിലൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു, മനസ്സിലായോ, നല്ലതായിരുന്നു. പക്ഷെങ്കിൽ അദ്ദേഹത്തിന് വേദന എടുക്കുന്നു, വെള്ളം കുടിക്കണമെന്നുണ്ട്. ലാസറിനെ ഇങ്ങോട്ടൊന്ന് വിടാമോ എന്നാ ചോദിക്കുന്നത്. അതെന്താണ്? തന്റെ ശരീരം അങ്ങ് മോളിൽ ദേഹത്ത് കുഴിയിൽ കിടക്കുക, ദ്രവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇവിടെ ദേഹിയുണ്ട്, ആത്മാവുണ്ട്. അവിടെ താൻ യാതനാ സ്ഥലത്ത് കിടക്കുക. അതുകൊണ്ടാണ്, ഇതാണ് ഇതിന്റെ നല്ല ഒരു തെളിവ്. ദേഹിയും ആത്മാവും കൂടെ ചേർന്നാണ് ഒരു മനുഷ്യൻ മരണത്തിന്റെ ശേഷം ഒന്നുകിൽ യാതനാസ്ഥലം അല്ലെങ്കിൽ വിശ്രമ സ്ഥലത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമഷവും നീക്കി നമ്മളെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ച് കൊള്ളുകയും. സ്തോത്രം. നമ്മൾ ചില കാര്യങ്ങൾ മുകളിലേത് ഞാൻ ഒന്ന് എടുത്തു പറയാം. അതിന്റെ പുറകിൽ, അതായത് 6-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിലാണ് അതിനകത്തെ ഒന്ന് പറഞ്ഞിരിക്കുന്നത്. ദേവാലയത്തിന്
വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. എന്നിട്ട് അടുത്തത്, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഞാൻ അവരിൽ വസിക്കും. നമ്മളിൽ കർത്താവ് വസിക്കും. അതൊരു ഗ്രേറ്റ് ഓഫറാണ്. ഞാൻ ആദ്യമേ വചന ശുശ്രൂഷ തുടങ്ങിയപ്പോൾ പറഞ്ഞു, കർത്താവിന്റെ സ്നേഹത്തിന്റെ മാധുര്യം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ടോ? നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ സ്നേഹം നമ്മൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ ചേഞ്ചസ് നമ്മളിൽ ഉണ്ടാകും. ആ ഉണ്ടാകുമ്പോൾ തന്നെ ഞാൻ അവരിൽ വസിക്കുന്നുണ്ട്. കർത്താവ് നമ്മളിൽ വസിക്കുകയാണ്. യേശുവിനെ നാം എന്നാണോ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചത്, അന്ന് മുതൽ കർത്താവ് നമ്മളിൽ വസിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ അവരിൽ വസിക്കും. അതൊരു വാഗ്ദത്തമാണ്. പക്ഷേ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന, സ്വന്തം ദേഹിയുടെ ഇഷ്ടത്തിന് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ കർത്താവിന് താമസിക്കാൻ ഒക്കത്തില്ല. അതാണ് ഇതിന്റെ വ്യത്യാസം. നമ്മൾ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നാം മരിക്കയില്ല നിശ്ചയം. മറിച്ച് നമ്മൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ഇതാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അവിടെയും മനസ്സിലാക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, നമുക്ക് തോന്നുന്നത് പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ അത് ജഡത്തിന്റെ ജീവിതമാണ്. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ, ഒരു ദൈവ പൈതലിന്റെ ഉള്ളിൽ, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഞാൻ അവരിൽ വസിക്കും. ഇസ് എ പ്രോമിസ്, ഇസ് എൻ ഓഫർ. അത് നമ്മൾ അനുഭവിക്കും. ആദ്യമേ അനുഭവിക്കുന്നത് ഞാൻ പറഞ്ഞു. യേശുവിന്റെ കാൽവറി യാഗത്തിന്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മളത് എൻജോയ് ചെയ്യുകയാണ്. ഡെയിലി ലൈഫിൽ നമ്മൾ സൺഡേ മോർണിംഗിന് വേണ്ടി ഒന്നും കാത്തിരിക്കണ്ട. ഒരു പ്രസംഗം കേൾക്കാൻ വേണ്ടി, കോൺഫറൻസ് കേൾക്കാൻ വേണ്ടി ഒന്നും നോക്കിയിരിക്കണ്ട. അതെല്ലാം നല്ലത് തന്നെ. എപ്പോഴും നമ്മൾ ജീവശ്വാസം മൂക്കിൽ കൂടെ എടുക്കുന്നത് പോലെ യേശുവിന്റെ സ്നേഹത്തിന്റെ സ്വാദ് നമ്മൾ അനുഭവിക്കുകയാണ്. അറിയാതെ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു പോകും. അതുകൊണ്ടാണ് ദൈവമക്കളുടെ വായിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം സ്തോത്രം സ്തോത്രം. പണ്ടെന്റെ പേരൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം, ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തിനാ എപ്പോഴും ഇങ്ങനെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ പുറകിലൊരു സൂത്രമുണ്ട്. അതാണ് എന്റെ രസം. അത് മറ്റുള്ളവർക്ക് അറിയത്തില്ല. നമ്മൾ അറിയാതെ സ്തോത്രം പറഞ്ഞു, ആരും പറഞ്ഞിട്ടല്ല. അതാ രസം. അത് കർത്താവിന്റെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു വൈഫൈ കണക്ഷൻ നമുക്കുണ്ട്. ആ സ്നേഹത്തിന്റെ വൈഫൈ കണക്ഷൻ ഉള്ളത് കൊണ്ട് ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ, ഓർക്കുമ്പോൾ, കേൾക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, അനുഭവിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ നമ്മളത് അനുഭവിക്കുന്നുണ്ട്. ആത്മാവ് നമ്മളെ ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്യും. അതായത് ഇതിന്റെ റൗട്ടറിൽ നിന്നും ഇതിന്റെ സിഗ്നൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും വന്നുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആത്മാവിൽ നിന്നും ഈ വൈഫൈ, സ്നേഹത്തിന്റെ വൈഫൈ സിഗ്നൽസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ വൈഫൈ അത് നമ്മുടെ ദേഹിയിലേക്ക് റിസീവ് ചെയ്യണം. എന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത് എന്താണ് എന്ന് ഉറപ്പില്ലെങ്കിൽ അതിനുള്ള 2 ടൂൾസ് ഉണ്ട്. ആ ടൂൾസ്, കർത്താവെ എന്നിൽ ചില തെറ്റുകളൊക്കെ ഉണ്ട്, എന്തൊക്കെയോ അസ്വസ്ഥതകൾ. നമ്മുടെ ഫോണിന് കേടണ്ടേ, നമ്മൾ എന്തുവാ ചെയ്യുന്നത്? നമ്മുടെ മക്കളെ കൊണ്ട് കൊടുക്കും, അല്ലെ പുറത്ത് മെയിൻ്റനൻസിനോട് കൊടുക്കും. അവരത് ഫിക്സ് ചെയ്ത് റെഡിയാക്കി വൈഫൈ ഓഫായിരുന്നു എന്ന് പറയും, അല്ലേ? അപ്പോ അങ്ങനെ ചാർജ് ആകുന്നില്ല എന്ന് പറയും. അപ്പോ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജഡമനുഷ്യൻ ആ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ഇവിടുത്തെ ലോകത്തിലെ അക്ഷരീയപ്രകാരമായിട്ടുള്ള മരണത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് ആത്മീയമായി മരിച്ചു പോകും, അവസാനം നരകമെന്ന് പറയുന്ന മരണത്തിലേക്ക് ചെന്ന് വീഴും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആത്മീയമായ നിലയിൽ നമുക്ക് ജീവിക്കാൻ ഒക്കാതെ, കർത്താവിനോ ദൈവരാജ്യത്തിനോ യാതൊരു പ്രയോജനമില്ലാതെ ചർച്ചിൽ പോകുന്നുണ്ടായിരിക്കാം, ഓഫറിംഗ് ഇടുന്നുണ്ടായിരിക്കാം, പക്ഷെ കർത്താവിന് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ടാണ് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവൻ ജീവിക്കുമെന്ന് പറയുന്നത്. റോമാലേഖനം അത് നമുക്ക് പരിചയമുള്ളതാണെങ്കിലും നമുക്കൊന്ന് ഇത്രയും നമ്മളത് പറഞ്ഞ സ്ഥിതിക്ക് റോമർ 8-ാം അധ്യായം അതിന്റെ
13-ാമത്തെ വാക്യം, 13-14, റോമർ 8 വേഴ്സ് 13 and 14. നിങ്ങൾ ജഗത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അടുത്ത ഒരു സെന്റൻസ് കൂടെ. ദൈവാത്മാ നടത്തുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. മതി കണ്ടോ, ദൈവാത്മാവിനാൽ നടത്തപ്പെടുക. അത് സൺഡേ മോർണിംഗിൽ ചെന്നിരിക്കുമ്പോൾ ഫാസ്റ്റിംഗ് പ്രയറിൽ കോൺഫറൻസിൽ മാത്രമല്ല, നമ്മൾ കിച്ചണിൽ നിൽക്കുമ്പോഴും, നമ്മൾ യാർഡിൽ നിൽക്കുമ്പോഴും, പുല്ല് വെട്ടുമ്പോഴും എന്തുമായിക്കൊള്ളട്ടെ, ദൈവാത്മാവ് നമ്മളോട് ആ സിഗ്നൽ തരുന്നത് നമുക്ക് അതാണ് ഞാൻ പറഞ്ഞ, നമ്മൾ അനുഭവിക്കുന്നുണ്ടോ, ആസ്വദിക്കുന്നുണ്ടോ, ഉണ്ടാകും. അതൊരു പ്രത്യേക അനുഭവമാണ്. സ്തോത്രം. താങ്ക് യു ജീസസ്. അപ്പോൾ നാം പറഞ്ഞു വന്ന വാക്യങ്ങളിലേക്ക് മടങ്ങി വരട്ടെ. ഞാൻ അവരിൽ വസിക്കും. എങ്ങനെ? ഇങ്ങനെയാ വസിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ദേഹിയോട് പറയുന്നത്, അല്ലെ, സ്വാധീനിക്കുന്നത് നമുക്ക് ഇഷ്ടമായിട്ട് വരും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇഷ്ടങ്ങള്, തീരുമാനങ്ങള്, ആഗ്രഹങ്ങള്, മനോഭാവങ്ങള്, താല്പര്യങ്ങള്, ഇഷ്ടക്കേടുകള്, വിരോധങ്ങള്, വിദ്വേഷങ്ങള്, പകകള്, ഇതകളെല്ലാം ഉള്ളത് ദേഹിയിലാണ്. ചിലപ്പോൾ നമുക്ക് ദേഷ്യപ്പെടാം. അപ്പൊ ആത്മാവ് പറയുന്നു നോ. മനസ്സിലാകുന്നുണ്ടോ? ചിലർ പറയാറുണ്ട്, ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് കർത്താവ് പറഞ്ഞതാ, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നിടം വരെ ആകാവൂ എന്ന് പറഞ്ഞാൽ അതിനപ്പുറം പോകരുത് നിങ്ങളുടെ കോപം എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ നിങ്ങൾ സെറ്റിൽ ചെയ്തോളമെന്ന് എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറം പോകും. ഇന്ന് കോപം സൂര്യ അസ്തമനമല്ല, മാസങ്ങൾ കഴിഞ്ഞാലും വർഷങ്ങൾ കഴിഞ്ഞാലും വിരോധം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ കേസും വഴക്കുകളും പ്രശ്നങ്ങളും അവിടെ ഇവിടെ ആയിട്ടുണ്ടാകുന്നത്, ദൈവക്കടയിൽ പോലും, അല്ലേ? അപ്പോഴ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സൂര്യാസ്തമനം വരെ പോലും പോകരുത്, അതിനപ്പുറം പോകരുതെന്നാ കർത്താവ് പറഞ്ഞു. എന്നാൽ യാക്കോബിന്റെ ലേഖനത്തിൽ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വൈകിട്ട് 6 മണി വരെ, സൂര്യൻ അസ്തമിക്കുന്നിടം വരെ എനിക്ക് എന്റെ ഭാര്യയോട് ദേഷ്യം വെച്ചോണ്ടിരിക്കാം എന്നില്ല, കൂട്ടു സഹോദരനോട് ദേഷ്യം വെച്ചോണ്ടിരിക്കാം, 6 മണി കഴിഞ്ഞിട്ടാട്ട്. നോ. അതാണ് അതിന്റെ അർത്ഥം. 6 മണി വരെ വെയിറ്റ് ചെയ്യാമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ദൈവാത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നൊരു കാര്യം ഞാൻ പറയാം. ഉച്ചയ്ക്ക് 12 മണിക്ക് കർത്താവിന് എന്നെ ഒരു പ്രത്യേക ഒരാളോട് സുവിശേഷം പറയാൻ, ഒരാളെ ദൈവം എന്നെ അയക്കുന്നു, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ട്, ഒരാളെ വിളിച്ച് ആശ്വാസം പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ ദേഷ്യപ്പെട്ടിരിക്കുക, കർത്താവിന്റെ സന്നിധി ഞാൻ അവൈലബിൾ അല്ല. കാരണം ഞാൻ വൈകിട്ട് 6 മണിക്ക് ശേഷം അവൈലബിൾ ആകത്തുള്ളൂ. കാരണം 6 മണി വരെ ഞാൻ ഒരാളോട് വിദ്വേഷിച്ചിരിക്കുക, 6 മണിക്ക് വിളിച്ച് ക്ഷമ പറയാനിരിക്കുക. അപ്പം ആ ദേഷ്യപ്പെട്ട സന്ദർഭം മുതൽ വൈകിട്ട് 6 മണി വരെ ഞാൻ കർത്താവിന്റെ സന്നിധി അവൈലബിൾ അല്ല. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, നമ്മുടെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല എന്ന് വചനമുണ്ടല്ലോ. അപ്പം ഓൾ ദ ടൈം we need to be cleansed and forgiven life that we have to maintain it. ഞാൻ ഈ പറഞ്ഞ വാക്യം വെറുതെ പറഞ്ഞല്ല. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. സംശയം ഉണ്ടെന്ന് വായിച്ചോ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. മനുഷ്യന്റെ കോപം അതുകൊണ്ട് ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയും ആദിത്യവും വിട്ട് നിങ്ങൾ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതുമായ ഈ കേൾക്കുന്ന വചനം സൗമ്യതയോടെ. അപ്പം തന്നെ ഇപ്പൊ നമ്മുടെ ജഡമനുഷ്യൻ വേണേ നമ്മളോട് പറയാം, ഹേ രാജന് പറ, വേറെ പണി നോക്കട്ടെ. പുള്ളിക്കാൻ ഇങ്ങനെ എല്ലാ ബുധനാഴ്ചയും വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് മനസ്സില്ല. അതാര് പറയുന്നറിയാമോ? അത് പറയുന്നത് ജഡമായി പറയുന്നു, ജഡമാ. അപ്പൊ അതിനോട് അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ബോസംബറിലുള്ളവരാരും അങ്ങനെ പറയുമെന്നല്ല, അങ്ങനെ ചിന്തിക്കുമെന്നല്ല. അങ്ങനെ ഒരു ചിന്ത വന്നെന്നിരിക്കട്ടെ. അന്നേരം ആത്മാവ് പറയുന്നത് എന്താന്ന് ചെക്കിങ് ചെയ്യണം. ആത്മാവ് പറയുന്നത് എന്താ? അത് വൈഫൈ പോലെ വന്നോണ്ടിരിക്കുക. നിനക്കെന്തോത്തിന്റെ കുഴപ്പമാ, നിനക്കെന്തോ അഹങ്കാരത്വമാ, നിനക്ക് എന്നാ ഇത്ര ജാട എന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട്, ഈ മനുഷ്യനോട് പറയും.
നീ എന്തിനാ ഈ ദേഷ്യപ്പെടുന്നേ? നിനക്ക് താല്പര്യമില്ല, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ. പക്ഷെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയേ പ്രസംഗിക്കുന്നത്. നീ 5 പൈസ കൊടുക്കുന്നില്ല, നിനക്ക് പ്രയോജനമുള്ള കാര്യമാണ് നിനക്ക് ഈ കേൾക്കുന്നത്. അത് ദൈവത്തിന്റെ വചനമാണ്, രാജനപ്രാവിന്റെ വചനമല്ല. അപ്പം ഈ പരിശുദ്ധാത്മാവ് നമ്മളെ കൗൺസിൽ ചെയ്യും എനി ടൈം. പക്ഷെ നമ്മളെ ഒന്ന് എന്ത് ചെയ്യണം? ഒന്ന് ഈൽഡ് ചെയ്ത് കൊടുക്കണം. കർത്താവേ, എന്നിൽ തെറ്റുണ്ട്, എന്നെ അസ്വസ്ഥതയുണ്ട്, പലപ്പോഴും എന്നെ ജഡമനുഷ്യനാണ് നിയന്ത്രിക്കുന്നത്, അത് ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ഒന്ന് താണ് കൊടുത്താൽ ഈ ആത്മാവ് നമ്മളോട് പറയുന്നത് ഇതിനെ നമ്മളുടെ ജഡമനുഷ്യനും മനസ്സിലാകും. അപ്പൊ അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ജഡമനുഷ്യൻ എപ്പോഴും ക്രൂശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഏത്? കാൽവരി സ്നേഹം അറിയുമ്പോൾ അതിനെ കൊളുത്തുരി വിടരുത്, അതിനെ മൂക്കയറിട്ട് പിടിച്ചു നിർത്തിക്കോണം. എങ്ങനെ? നമ്മുടെ കഴിവല്ല, പരിശുദ്ധാത്മാവിനാൽ. നമ്മുടെ ആത്മാവ് റെഡീംഡ് ആണ്. ആ പരിശുദ്ധാത്മാവ് പറയും, രാജൻ അബ്രഹാം, അല്ലേ സഹോദരി, എന്താണ് നിങ്ങൾക്ക് ഈ പ്രശ്നം? യു കം ഡൗൺ. നമ്മളാരോടും പറയണ്ട, വേറൊരാളും നമ്മളോട് പറയുമ്പോഴല്ലേ നമുക്ക് ഇഷ്ടക്കേട്. ഈ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും. നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ അവസാന ശ്വാസം വരെയും കറക്റ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ ആ ഒരു ഹോളി പ്രസൻസ് ആണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുക എന്ന് പറയും. ബൈബിൾ പറഞ്ഞിട്ടില്ലേ, പരിശുദ്ധാത്മാവ് നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും, നിങ്ങളുടെ കൂടെ വസിക്കും, നിങ്ങളെ ഓർമ്മപ്പെടുത്തും, നിങ്ങൾക്ക് ശക്തി തരും. അപ്പോസ്തലർ പ്രവൃത്തി 1:8 പറഞ്ഞിരിക്കുന്നില്ലേ, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരുശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകും. അതിന് ആ ശക്തി എന്നാണ്, ആ ശക്തി എന്ന് പറഞ്ഞ മസിൽ പവർ അല്ല, അത് പരിശുദ്ധാത്മാവ് ദേഹിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഹോൾ പേഴ്സണാലിറ്റി മൂവ് ചെയ്ത് പോവുകയാണ്. അതാണ് എന്റെ സന്തോഷത്തോടു കൂടെയാ പോകുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ആ ആളിനോട്, ഫ്രണ്ട് ഡോറിങ്കൽ വന്ന ആ വ്യക്തിയോട് സംസാരിക്കാൻ, അത് എന്റെ കഴിവല്ല, ദൈവം തന്ന ശക്തിയാ, ദൈവം തന്ന അത്. ആ ദൈവിക അഭിഷേകം എന്റെ മേൽ ദൈവം ദാനമായി തന്നിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തോട് യാതൊരു ലജ്ജയുമില്ല, ഒന്നും പ്രശ്നമില്ല. അത് അന്നേരം എന്തോ പറയേണ്ടതെന്നുള്ള പരിശുദ്ധാത്മാവ് വായിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, വേണ്ടത് മാത്രം. അതുകൊണ്ട് അതേ രക്ഷിക്കപ്പെട്ടു. അതാണ് ശക്തി. ശക്തി എന്ന് പറയുമ്പോൾ അത് നമ്മളെ റൈറ്റ് വേയിൽ നമ്മളെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കും, നമ്മളെ ലീഡ് ചെയ്യും, നമ്മളെ പ്രോംപ്റ്റ് ചെയ്യും. നമ്മുടെ ഡെയിലി ലൈഫ്, നമ്മുടെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, കുഞ്ഞുങ്ങളുമായിട്ടുള്ളത്, ചർച്ചിലെ ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാം സ്ട്രെങ്ത്ഫുൾ ആൻഡ് പവർഫുൾ ആയിരിക്കും. ആദ്യമേ ഞാൻ പറഞ്ഞു, കർത്താവുമായിട്ടുള്ള സഹിത്വം നമ്മൾ ആസ്വദിക്കണം. ആസ്വാദനമില്ല എങ്കിൽ സ്റ്റോപ്പിൻ. ഉപവാസ പ്രാർത്ഥനയും യോഗത്തിന് പോക്കെ വേദസമാനയൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഒന്നും വേണ്ടെന്നല്ല പറഞ്ഞു. കർത്താവേ, എനിക്ക് എവിടെയോ പ്രോബ്ലം ഉണ്ട്, ഞാൻ അങ്ങയുടെ സന്നിധി വരുന്നു, എന്നെ സമർപ്പിക്കുന്നു. ക്രിസ്ത്യ ജീവിതം ബോറിംഗ് ആയിട്ട് തോന്നുന്നുവെങ്കിൽ ഏറ്റവും നല്ല കീ ഫാക്ടർ, കർത്താവേ, എനിക്ക് ചില പ്രശ്നമുണ്ട്. നമ്മൾ ഉടനെ സാധാരണ ജഡമനുഷ്യൻ ചെയ്യുന്ന അറിയാം, ഇവിടുത്തെ ചർച്ചിലെ പാസ്റ്ററെ കൊള്ളത്തില്ല, വിശ്വാസികളെ കൊള്ളത്തില്ല, അവരെന്നോട് മിണ്ടിയില്ല, വിളിച്ചില്ല, പറഞ്ഞില്ല. അപ്പോൾ നമ്മുടെ വായിന്ന് ഒത്തിരി നെഗറ്റീവും രീതിയാണ് വായിന്ന് വരുന്നതിന് മുമ്പ് മനസ്സിൽ തോന്നുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഈ ജഡമനുഷ്യൻ നമ്മളിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ അപകടത്തിലാണ്. എന്നാൽ മറ്റുള്ളവരുടെ അവരുടെ നന്മ കാര്യങ്ങൾ കാണാനുള്ള മനോഭാവം നമ്മളോട് തന്നെ പറയണം. നമ്മുടെ ജഡമനുഷ്യനോട്, നീ മറ്റുള്ളവരുടെ തെറ്റ് കണ്ടു, നീ അവരിലെ നന്മയൊന്നും കണ്ടില്ലേ എന്ന് നാം നമ്മുടെ ജഡമനുഷ്യനോട് ചോദിക്കണം. അപ്പം പുള്ളി അങ്ങ് ഒതുങ്ങിപ്പോവും. നീ ഒരാളെ കുറ്റം കണ്ടു, കാര്യം ശരി, നീ ആ കുറ്റത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ? ഇല്ല. പിന്നെ നീ എന്തുവാ ഈ അവരുടെ കുറ്റം വിളിച്ചു പറയുന്നത്? നീ തികഞ്ഞവനാണോ? നാം നമ്മോട് ചോദിക്കണം, നീ തികഞ്ഞതാണോ? അല്ല. നിന്നൊരു തെറ്റുമില്ലയോ? ഉണ്ട്. പിന്നെ നീ അവരുടെ തെറ്റിനെ വിളിച്ചുകൊണ്ട് നടക്കുന്നേ? ഇന്ന് നോക്കിക്കോണം, മറ്റുള്ളവരുടെ ഒരു ചെറിയ തെറ്റുണ്ട്, അത് വിളിച്ചു പോവുക സോഷ്യൽ കൂടെ അതങ്ങ് വലിയ പിക്ചറും ഒക്കെ കൊടുത്തിട്ട്. നോക്കിയോടെ പിശാചിന്റെ പ്രവൃത്തി. അതായത് ജഡമനുഷ്യനെ ക്രൂശിക്കാൻ കഴിയാതെ ജഡ സ്വഭാവത്തിൽ ജീവിക്കുന്ന, അത് ആത്മീയരെന്ന് പറയുന്നവർ പോലും ചില ചർച്ചുകളില് പള്ളികളിലൊക്കെ നടക്കുന്ന, ചിലപ്പോ എന്തെങ്കിലും ഒരു ആശയ വ്യത്യാസമോ
സംസാരത്തിന്റെ രോക്ഷാകുലത പോലെ അത് ഉടനെ വീഡിയോ എടുത്തിട്ട് ഉടനെ സോഷ്യൽ മീഡിയയിൽ ഇടുക, എന്നിട്ട് വലിയൊരു ടൈറ്റിലും കൊടുത്തിട്ട് അങ്ങ് പ്രശസ്തമാക്കുക. എന്നാൽ നമ്മൾ അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചോ? ഹല്ലേലൂയ. തെറ്റ് നമ്മൾ റെഡീംഡ് ആകുന്നിടം വരെ ഏതാ നമുക്ക് കർത്താവിന്റെ സന്നിധി നമ്മൾ റിഡീംഡ് ആകുന്ന ചേർന്നിടം വരെ നമുക്ക് ഈ ജഡം മനുഷ്യൻ നമ്മുടെ അകത്ത് നമ്മളോട് ഫൈറ്റ് ചെയ്ത്, എല്ലാ ആത്മീയരോടും ഇത് ഫൈറ്റ് ചെയ്യും നമ്മുടെ അകത്ത്. പക്ഷെ അതിനെ അടക്കി ഒതുക്കി കടിഞ്ഞാണിട്ട് ഫ്രീസ് ചെയ്ത് കൊണ്ടുപോക്കണം. അതുകൊണ്ട് ആത്മാവ് നമ്മളോട് പറയുന്ന കേൾക്കാനുള്ള ചെവി, മനസ്സ് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞതല്ലോ, നാം നമ്മെ ഒന്ന് കറക്റ്റ് ചെയ്യണം. അതിന് എന്നിട്ട് വചനം എടുത്ത് വായിക്കണം. ഈ വചനം നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ സമർപ്പിച്ചെന്ന് കൊടുത്തെങ്കിൽ മാത്രമേ വേദവസം വായിക്കാൻ നമുക്ക് തോന്നത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കും. എനിക്ക് പലപ്പോഴും വേദവസം വായിക്കുന്ന പറഞ്ഞേ ഞാൻ ക്ലോക്കെ നോക്കാൻ മറന്നു പോകുകയാണ്. പിന്നെ അല്പം കഴിഞ്ഞ് നോക്കുന്ന പറഞ്ഞേ പ്രതീക്ഷേനേക്കാൾ സമയം ഇരട്ടി അപ്പുറം കടന്നുപോയി. പെട്ടെന്ന് വേദവസം അടച്ചു വെച്ചിട്ട് കാരണം ആസ്വദിക്കുകയാണ് വചനം, ആസ്വദിക്കുകയാണ്, നിർത്താൻ തോന്നത്തില്ല. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സമയം വളരെ പോയല്ലോ. ഞാൻ അവരിൽ വസിക്കും. നമ്മൾ എന്തുവാ പറഞ്ഞു വന്നത്? ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്. 7:1 ഏതാണ് വാഗ്ദത്തം? അതിന്റെ പുറകിലത്തെ അധ്യായത്തിന്റെ 6:16 ഞാൻ അവരിൽ വസിക്കും. 2 ഞാൻ അവരുടെ ഇടയിൽ നടക്കും. 3 നാം 6:16 നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. 4 വേർപെട്ട ഒരു ജീവിതം ആവശ്യമുണ്ട് നമുക്ക്. എവിടെ നിന്നും? ലോക മനുഷ്യരിൽ നിന്നും, ലോക സ്വഭാവത്തിൽ നിന്നും. ലോക മനുഷ്യരിൽ നിന്നും വേർപെടണമെന്നല്ല, ലോക മനുഷ്യരുടെ, ദൈവകൃപയില്ലാത്തവരുടെ, ആ അനാത്മിക ജീവിതം ചെയ്യുന്നവരുടെ സ്വഭാവങ്ങളുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. 6:15 എന്താ വായിക്കാമോ? ക്രിസ്തുവിനും ബലിയാലും തമ്മിൽ എന്ത് പൊരുത്തം? സോറി, അതല്ല, അതിന് പുറകിലത്തെ 14 വാക്യം വായിച്ചേ. സ്തോത്രം. നിങ്ങൾ അവിശ്വാസികളോട് അത് മതി. താഴോട്ട് പലതും ചേർന്നിട്ടുണ്ട്. എന്നിട്ട് പറന്നു വന്ന് 16 അവസാനം വന്ന് വായിക്കുന്നത് നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. പല പല റീസൺസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 14 വാക്യം നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ വരും. ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണെന്നറിയാമോ? ഡു നോട്ട് ബി യോക്ഡ് ടുഗദർ വിത്ത് അൺബിലീവേഴ്സ്. യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത, അല്ലെങ്കിൽ ഒരു വിശുദ്ധ ജീവിതം ചെയ്യാത്ത ഒരു വ്യക്തിയുമായി എപ്പോഴും നമ്മൾ കമ്പനി അടിച്ചുകൊണ്ട് നടക്കരുത്. അപ്പം നമ്മള് ദൈവകൃപയില്ലാത്തവരുമായിട്ട് അകന്ന് ജീവിക്കണമെന്നല്ല പറഞ്ഞത്. അങ്ങനെങ്കിൽ നമ്മൾ ലോകം വിട്ടുപോകേണ്ടി വരും. നമ്മൾ ഇങ്ങനെയുള്ള ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. സാധാരണ മനുഷ്യൻ ജീവിക്കുന്ന ലോകത്തിൽ തന്നെ നമ്മൾ ജീവിക്കുക. എന്നാൽ നമ്മുടെ കമ്പനി, നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കുന്നത് ഇങ്ങനെയുള്ള, അതായത് അതിന്റെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഡു നോട്ട് ബി യോക്ഡ് ടുഗദർ വിത്ത് അൺബിലീവേഴ്സ് എന്ന് പറഞ്ഞാൽ, യോക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നുകം. ഒരു കാളയുടെ മുകളിൽ വെച്ചിരിക്കുന്ന നുകത്തെ 2 കാളയല്ലേ, ഒരു കാള എങ്ങോട്ട് പോകുന്നോ അതുവഴിയേ അടുത്ത കാളയം പോകത്തുള്ളൂ. ഒരു കാള എന്ത് കഴിക്കുന്നോ അതേ തന്നെ ആയിരിക്കും അടുത്ത കാളയം കഴിക്കുന്നത്. എല്ലാം ഒരുപോലെ ആയിരിക്കും. അതായത് അൺബിലീവേഴ്സുമായിട്ട് നമ്മൾ ഈ യോക്ക് പിണയിലായാൽ അവരിൽ പ്രവർത്തിക്കുന്നതും അവരുടെ സംസാരവും അവരുടെ രീതിയും വസ്ത്രധാരണവും മനോഭാവവും കഴിപ്പും കുടിപ്പും എല്ലാം നമ്മളിലേക്ക് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അവരെ സ്നേഹിക്കാം, അവർക്ക് ആവശ്യമുള്ള ഹെൽപ്പ് വല്ലതും ഉണ്ടെ ചെയ്തു കൊടുക്കാം. പക്ഷെങ്കിൽ നമ്മൾ അവരുമായിട്ട് പിണ കൂടരുതെന്ന് പറഞ്ഞാൽ അവരിൽ നിന്നുള്ള ദുസ്വഭാവങ്ങൾ നമ്മളിലേക്ക് വരാത്ത നിലയിൽ ഉള്ള ഒരു ഡിസ്റ്റൻസ് നമുക്കുണ്ടായിരിക്കണം. അപ്പൊ തന്നെ അവരോട് ദൈവസ്നേഹം പങ്കുവയ്ക്കാനുള്ള ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. തന്നെയുമല്ല, അങ്ങനെയുള്ള ഒരു വ്യക്തിയുമായി നമ്മൾ അടുത്തിടപെടാൻ ഞാൻ ചിലപ്പോൾ ഇടപെടാറുണ്ട്. ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് അദ്ദേഹത്തോട് കർത്താവിനെ കുറിച്ച് പറയണം. അങ്ങനെയായിരിക്കും ഞാൻ ഒരാളോട് കമ്പനി കൂടുന്നത്. ഒന്നാമത്തെ കാര്യം അങ്ങനെയാണ്. എനിക്ക് യേശുവിന്റെ സ്നേഹം അവരോട് പങ്കുവയ്ക്കണം. ഹല്ലേലൂയ.
എന്നെ ബിസിനസ് മാറ്ററിലോ ഓഫീസ് മാറ്ററിലോ ഇൻഷുറൻസോ എവിടെ വിളിച്ചാലും ആ ഫോൺ കോള് അവസാനം പറയും. ബായ് എന്ന് പറയുമ്പോൾ അവസാനം ഞാൻ ഇങ്ങനെ പറഞ്ഞത്, ഓക്കെ, ബൈ ദ വേ, അവർ ജീസസ് ക്രൈസ്റ്റ് ഈസ് കമ്മിങ് ബാക്ക്, ആർ യു റെഡി, ജീസസ് ലവ്സ് യു, ഓയാ, താങ്ക് യു എന്ന് പറഞ്ഞായിരിക്കും അവർ നിർത്തുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് ഗോസ്പൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. അതാണ് പരിപാടി. അതാണ് പണ്ട് വന്നിടയ്ക്ക് 10-30 വർഷത്തിന് പുറകില് അന്ന് ഇത്രയും സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. വീട്ടിലെ ഫോൺ എടുത്ത് ചിലപ്പോൾ, എപ്പോഴുമല്ല, വലിയ യെല്ലോ പേജസ് ഉണ്ടല്ലോ നമുക്ക്, ഡയറക്ടറി വലിയ കട്ടിയുള്ളത്, അതിനകത്തുനിന്ന് കുറച്ച് 8-10 നമ്പർ പറക്കിയെടുത്തിട്ട് ഉടനെ വിളിക്കും. ചില ക്രിസ്മസ് ദിവസമോ ഇങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് അവര് ആരാന്നൊന്നും അറിയത്തില്ല, അന്ന് കോളർ ഐഡിയൊന്നും ഇല്ലല്ലോ. അന്ന് വിളിക്കുക, അവരെടുക്ക് ഹലോ എന്ന് പറയും. ഞാൻ അവരോട് ഇതുപോലെ പറയും, സുവിശേഷം 3 സെന്റൻസ് പറയും, എന്നിട്ട് ഉടനെ ഹാങ്ങപ്പ് ചെയ്യും. അവര് താങ്ക് യു എന്നും പറയും. അവരുടെ മറുപടിക്ക് ഞാൻ കാത്തിരിക്കത്തില്ല, ഇത്രയും പറയും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നത് ചോദിച്ചാൽ, നമ്മളിൽ വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു പോവുകയാണ്. സ്തോത്രം, താങ്ക് യു ജീസസ്. അപ്പോൾ വേർപെട്ട ഒരു ജീവിതം ആവശ്യമുണ്ട് ഈ ഭൂമി നമ്മൾ പാർക്കുമ്പോൾ തന്നെ. എന്നിട്ട് അശുദ്ധമായതൊന്നും തുടരുത്. അശുദ്ധമായതെന്തെന്ന് വേദപുസ്തകം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 3:16 പറഞ്ഞിരിക്കുന്നത്, നാം ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെന്നും നാം അറിയുന്നില്ലയോ എന്നാണ് പറയുന്നത്. സ്തോത്രം. എന്നിട്ട് ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധനും കർത്താവിന് പ്രയോജനമുള്ളവനും ആകുന്നു. അതായത് വേറൊരു വാക്യമുണ്ട്, 2 തീമോഥെയോസ് 2:21, ആ ഒരു വാക്യമുണ്ട്. അതായത് ചില കാര്യങ്ങൾ നമ്മൾ വിടേണ്ടതായിട്ടുണ്ട്. ആ വാക്യം ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ, സമയം ഒത്തിരി പോയതുകൊണ്ട് അത് വായിക്കേണ്ട. ഞാൻ മടങ്ങി വരട്ടെ. ദൈവമക്കളെ, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ ഞാൻ മുകളിൽ പറഞ്ഞതായ കാര്യം, നമ്മുടെ കർത്താവ് നമ്മളിൽ വസിക്കും, 1. 2, അവരുടെ ഇടയിൽ കർത്താവ് നടക്കും. 3, നമ്മുടെ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ് നാം. അടുത്തത് 4, വേർപെട്ട ഒരു ജീവിതം നമുക്ക് ആവശ്യമുണ്ട്. അശുദ്ധമായത് നമ്മളൊന്നും തൊടാൻ പാടില്ല. അങ്ങനെ ദൈവ സാന്നിധ്യം നമ്മളിൽ വസിക്കുന്ന ഒരു ശ്രേഷ്ഠകരമായ ഒരു ജീവിതം നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ട്. കർത്താവിനെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആസ്വദിക്കുക. അങ്ങനെയെങ്കിൽ ദൈവഭയത്തിൽ നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധിയുടെ മാറ്റം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി. ഇന്ന് നമ്മൾ പ്രസംഗിച്ച വചനത്തിന്റെ ടൈറ്റിൽ ഇതായിരുന്നു. ഒന്നുകൂടെ എടുത്തു പറയാം, പെർഫെക്റ്റിംഗ് ഹോളിനെസ്. ടെക്സ്റ്റ് 2 കൊരിന്ത്യൻസ് 7:1. ഈ വചനം നമ്മൾ ധ്യാനിക്കുക, നമ്മുടെ ജീവിതത്തിൽ പ്രയോജനത്തിന് കാരണമായി തീരട്ടെ. വളരെ ശാന്തമായിട്ട് ഇന്ന് ഈ വചനം പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ എവിടെയാണോ വ്യത്യാസം വരേണ്ടത്, കർത്താവിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുക. ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ടവരുടെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിന് ഭാഗം സമർപ്പിക്കാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ പ്രത്യേകിച്ച് സ്റ്റാർ 1 കുത്തി ഇപ്പോൾ പറയണ്ട. തുടർന്ന് ആന്റീസ് തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളൂ, നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ഏത് വിഷയമായിരുന്നാലും അവകളെല്ലാമായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ തന്നെ, കർത്താവെ, ഈ കേൾക്കപ്പെട്ട വചനത്തിന് ഭാഗം ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് സ്വയമേ കർത്താവിനോട് പറയാം. എന്നോട് പറയണ്ട, ആരോടും പറയണ്ട. തൽക്കാലം അങ്ങനെ നമ്മളായിരിക്കുന്ന ചുറ്റുപാട് ഇരുന്നു കൊണ്ട് കണ്ണടച്ച്, കർത്താവെ, ഈ വചനത്തിനു മുമ്പാകെ എന്നെ സമർപ്പിക്കുന്നു. എനിക്കൊരു വ്യത്യാസം, വിശുദ്ധിയിലൊരു വളർച്ച എനിക്ക് വേണം. കർത്താവിൽ കൂടി ലഭ്യമാകുന്ന ആ വിശുദ്ധ ജീവിതം എനിക്ക് വേണം. അതെനിക്ക് സൂക്ഷിക്കണം, ജീവാവസാനം വരെ സൂക്ഷിക്കണം. അതിനായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചു പ്രാർത്ഥിച്ച് ഞാൻ ഇറങ്ങാം. കാരണം ഞാൻ സെൽഫോണിലായതുകൊണ്ട് അധിക സമയം ഞാൻ എൻ്റെ അകത്ത് നിൽക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, തിരുനാമത്തിന് നന്ദി. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹം തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ ആസ്വദിച്ച് ആ വിശുദ്ധിയിലും സന്തോഷത്തിലും ജീവിക്കുകയും ഈ ആസ്വാദനം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളിൽ വസിക്കുന്നു, അങ്ങ് ഞങ്ങളിൽ നടക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ശരീരം അങ്ങ് വസിക്കുന്ന ആലയമാണ്. ഞങ്ങൾക്ക് വേർപെട്ട ഒരു ജീവിത ശൈലിയുണ്ട്.
ഞങ്ങൾക്ക് അശുദ്ധമായതിലേക്ക് ഞങ്ങളുടെ നാവോ, ഞങ്ങളുടെ കണ്ണോ, ഞങ്ങളുടെ ചെവിയോ, ഞങ്ങളുടെ കരങ്ങളോ, ഞങ്ങളുടെ ടെക്സ്റ്റ് മെസ്സേജുകളോ, ഞങ്ങളുടെ ഫോണോ, ഞങ്ങളുടെ മനോഭാവങ്ങളോ പോകാതെ ഞങ്ങളുടെ ജഡമനുഷ്യൻ എല്ലായ്പ്പോഴും ക്രൂശിക്കപ്പെട്ടു പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാൻ, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ട എല്ലാവരുടെ പേരും ദൈവാത്മാവിന്റെ പ്രത്യേക അനുഗ്രഹവും ശക്തിയും കൊടുക്കണമേ. ഈ വചനം എല്ലാവരെയും സ്വാധീനിക്കണമേ. അടുത്ത ദിവസങ്ങളിലും അടുത്ത നിമിഷങ്ങളിലും അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ ശരീരത്തിൽ, അവരുടെ ആത്മാവിൽ അതിന്റെ വ്യത്യാസം, അതിന്റെ തീരുമാനശേഷി, അതിന്റെ സ്വഭാവം, അതിന്റെ മനോഭാവം ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയട്ടെ. അത് എൻജോയ് ചെയ്തട്ടെ. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുവാൻ, അത് കർത്താവിനോടുള്ള റെവറൻസ് ചെയ്തെടുക്കുവാൻ സഹായിക്കണം. ഹല്ലേലൂയ. ഇന്നത്തെ ഈ ശുശ്രൂഷകളെ നിയന്ത്രിക്കുവാൻ, ലീഡ് ചെയ്യുവാൻ ആന്റിയെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തതിനായി സ്തോത്രം. പ്രിയ തിമോത്തി പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും എളിയവൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ആരും നഷ്ടപ്പെട്ട നിത്യതയിൽ കാണപ്പെടണമേ. ആരെങ്കിലും രോഗികളായിരിക്കുന്നെങ്കിൽ, ശരീരത്തിൽ ക്ഷീണം അനുഭവിക്കുന്നെങ്കിൽ, ഏതെങ്കിലും തലമുറകളെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ശരീരത്തിൽ ആരോടും പറയാത്ത വിധത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നെങ്കിൽ, ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എളിയവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ കരങ്ങൾ വെച്ചിരിക്കുമ്പോൾ എളിയവൻ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ വചനം ഇപ്പോൾ ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അയച്ച് അവരുടെ ശരീരത്തിൽ ഒരു പ്രത്യേക വിടുതൽ, അവരുടെ തലമുറയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക സൗഖ്യം, വിടുതൽ, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ വേദനിച്ചു കൊടുക്കുന്ന വിഷയത്തിന്മേൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെതിരെ നിൽക്കുന്ന എല്ലാ വാതുകളെയും പൈശാചിക ശക്തികളെയും നസ്രേനായ യേശുവിന്റെ നാമത്തിൽ ശാസിച്ചകറ്റുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. ദൈവാത്മാവ് ഓരോ ഹൃദയങ്ങളെയും ഇപ്പോൾ തൊട്ടതിനായി സ്തോത്രം. ഓരോ ഹൃദയങ്ങളെയും കർത്താവ് സ്പർശിച്ചതിനായി സ്തോത്രം. മഹത്വവും മാനവും എല്ലാം അംഗീകരിക്കട്ടെ. സകല യേശുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആട്ടെ. God bless you. God bless you. Thank you so much. Appreciate it. Bye-bye. Thank you, Jesus. ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ് വന്ന് ദൈവവചനം പറയുക എന്നുള്ളത്. എങ്കിലും ഞങ്ങൾക്ക് ഒരു കടമയുണ്ടല്ലോ. കടന്നു വന്ന് ഇത്ര അനുഗ്രഹീതമായ ഒരു സ്വർഗീയ സാന്നിധ്യത്തിൽ ഇത്രയും സമയം നമുക്കായിരിക്കാൻ ദൈവം നൽകിയ മഹാഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് കർത്തൃദാസനോട് ഒരു പ്രാവശ്യം കൂടെ കർത്തൃനാമത്തിൽ ഞങ്ങളുടെ നന്ദി, ഞങ്ങളുടെ സ്നേഹം ഞങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. Thank you so much. Thank you so much.